ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ജീര റൈസാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റൈസാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് നെയ്യുടെ കൂടെ തന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നെയ്യ് ഇല്ലാത്തൊരു വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാലും മതിയിട്ടാ. പിന്നെ ഒരു ടീസ്പൂൺ ജീരകമാണ് ഇട്ടേക്കുന്നത്. അത് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ജീരകമില്ലേ, ആ ജീരകമാണ് ഇട്ടേക്കുന്നത്. അതൊന്ന് മൂത്ത് വരണം. അത് നന്നായിട്ട് മൂത്തപ്പം ഞാൻ ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഏലക്കായ, ഒരു പട്ടയുടെ ഒരു കഷ്ണം, 2 ഗ്രാമ്പു, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് പൊട്ടി വരണം. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇതെല്ലാം മൂത്താലാണ് കേട്ടോ ചോറിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അത് കാരണമാണ് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂക്കണ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം തീ സിമ്മിലിട്ടിട്ട് വേണ്ടിട്ട് നമ്മൾ ചെയ്യാൻ. സിമ്മിലിടാണ്ട് തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് കാരണമാണ് സിമ്മിലിട്ടിട്ട് നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കണമെന്ന് പറയുന്നത്. കണ്ടില്ലേ, ചിലൊരു ഇതിൽ ഇനി സവോള ഇടും. ഞാൻ സവോള ഇട്ടില്ല. എൻ്റെ മോനത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ സവോള ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് സവോള വേണമെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടിടാം. ഞാൻ ഇവിടെ 1 ഗ്ലാസ് അരിയാണ് ഇട്ടേക്കണത്. ബിരിയാണി റൈസിൻ്റെ അരി 1 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അത് കഴുകി വാരി വെച്ചതായിരുന്നു. അത് 1 ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഈ ജീരകത്തിൻ്റെ ഇതൊക്കെ ഇടാൻ സവോള ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടാ. ഞാൻ ഇട്ടിട്ടില്ല എന്നുള്ളൂ. സവോള ഇടണവരുണ്ട്. ഇത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് ഇത് സെറ്റാവണം. ഈ ജീരകവും അരിയൊക്കെ അരി നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങണം. ഒരു പൊട്ടണൊരു ഒച്ച കേൾക്കാം. നമ്മൾ ഇളക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. ആ പൊട്ടണ ഒച്ച വരെ നമ്മൾ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പൊട്ടി ഇത് റെഡി ആവണ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നല്ല പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ പാകത്തിന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് നോക്കി ഉപ്പ് റെഡിയാണോ എന്ന്. അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഇട്ടു എന്നുള്ളൂ. വെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് വെച്ചേക്കായിരുന്നു. എന്നിട്ട് അടച്ച് വെച്ച് ഇത് നമ്മൾ വേവിച്ചെടുക്കണം. വേണ്ട, ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചപ്പോഴാണ് ഇങ്ങനെയായത്. കണ്ടില്ലേ, വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ വെള്ളം വറ്റി തുടങ്ങി. പെട്ടെന്നായിരിക്കും ഇനി വേവാട്ടാ. നമ്മൾ നോക്കിയിരിക്കൽ തന്നെ ഇത് വേവും. ഇനി നമുക്കൊന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. ഇത് 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. അരി വെന്തു, വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അതിലിട്ടേക്കണം നമ്മൾ പട്ടയും ഏലക്കായും ഗ്രാമ്പൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് കളയാം. പട്ടയും ഏലക്കായും ഗ്രാമ്പും ബേ ലീഫും മാത്രം നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. ദേ അങ്ങനെ അതെല്ലാം നമ്മൾ ഇതിൽ നിന്ന് മാറ്റി. കണ്ടില്ലേ, ഇനി നമ്മളൊന്ന് പൊത്തി വെച്ച് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം വയ്ക്കുക. അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മീതെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിന് കോമ്പിനേഷനായിട്ട് ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിയേക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.